കോട്ടയം സ്റ്റൈൽ മീൻ തലക്കറി വെക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ യൂട്യൂബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാൽമൺ മീൻ തലയാണ് ഇന്ന് നമ്മൾ കറി വെക്കുന്നത്. യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളും സുലഭമായി ലഭിക്കുന്ന സാൽമൺ മീൻ തലയ്ക്ക് വലിയ വിലയൊന്നുമില്ല. എന്നാൽ നല്ല ടേസ്റ്റോടുകൂടി വൃത്തിയാക്കി ഉണ്ടാക്കിയാൽ അത് കഴിക്കാൻ പ്രത്യേക സുഖമാണ്. അതിൻ്റെ കൂടെ നാടൻ കപ്പ വേവിച്ച് കൂടിയാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ. ഇപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന 2 തരം മാത്രമാണ്. വൃത്തിയായി കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം മുറിക്കുന്നില്ല, കാരണം അത് മുഴുവനോടെയാണ് ഇന്ന് കറി വെക്കുന്നത്. നമുക്ക് എടുക്കേണ്ട ചേരുവകൾ: ചുമന്നുള്ളി ആവശ്യത്തിന്, അല്പം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, എല്ലാം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കുവാനായിട്ട്. കുടംപുളി നമ്മൾ കഴുകി എടുത്ത് വച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നു. അല്പം കരിയാപ്പില, നാടൻ കരിയാപ്പില കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റുള്ളത്. അടുപ്പത്ത് വെച്ച പാത്രത്തിൽ ചൂടാകാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. ഏതാണ്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളി. കടുക് പൊട്ടി വരുമ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പടപടാന്ന് പൊട്ടുന്ന ഒച്ച കേട്ടോ, അതാണ് കടുക് പൊട്ടി എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കൂടെ പകുതി മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ചിലരിത് ബ്രൗൺ പോലെ അങ്ങാക്കും, അപ്പോൾ കരിഞ്ഞ പോലെ ആയിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല, പകുതി മതി. ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് നമ്മൾ ചേർക്കാം. അല്പം കരിയാപ്പില കൂടെ ചേർത്തു. ഇനി ബാക്കി കരിയാപ്പില നമുക്ക് പിന്നീട് ചേർത്താൽ മതി. മുളക് പൊടിയും കാശ്മീരി പൊടിയും അല്പം മഞ്ഞൾ പൊടിയും കൂടി എടുത്തിരിക്കുകയാണ്. അതൊന്ന് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഏതാണ്ട് പാകമായി വരികയാണ്. അതിലേക്ക് നമുക്ക് മുളകും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇട്ടു നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തീ അല്പം കുറച്ച് വെക്കണം, നല്ലത്. നല്ലവണ്ണം മൂക്കണം. മുളക് പൊടി മൂത്തില്ലെങ്കിൽ നിറം കിട്ടുകയില്ല. പലരും കറി വെച്ച് കഴിയുമ്പം നിറം കാണുകയില്ല മീൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം മുളക് മൂക്കത്തില്ല. നമുക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അങ്ങ് കൊടുക്കുക. വെള്ളം ചേർക്കുകയാണ് കുറച്ചുകൂടെ. ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മതി.
അപ്പോൾ നമ്മുടെ മീൻകറിയുടെ തിളപ്പ് തുടങ്ങി. 5 മിനിറ്റേ ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ തിളച്ച് വരും. മസാലയുടെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒരു കോരി ഒഴിച്ചു കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാണ് ഇത് ഒഴിക്കുന്നത്. തീ അല്പം കുറച്ച് വെക്കുകയാണ്. ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വെക്കും. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചു. ഇപ്പം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു. ഏകദേശം പകുതി വേഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആവും. പിന്നെ തീ കുറച്ച് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കരിയാപ്പില, ബാക്കിയിരിക്കുന്ന കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മീൻകറി തയ്യാറായിരിക്കുകയാണ്. തലക്കറി കോട്ടയം സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കരിയാപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തു. എണ്ണ നമുക്ക് മുകളിൽ തെളിഞ്ഞു വരുന്ന കാണാം. കറി ഏതാണ്ട് തയ്യാറായിരിക്കുന്നു. 2 കഷ്ണം പച്ചക്കപ്പയാണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത്. കപ്പ വേവിക്കാനാണ്. അങ്ങനെ കൊത്തിയരിഞ്ഞ കപ്പ നമ്മൾ തേങ്ങ ചേർത്ത് വേവിച്ചിരിക്കുകയാണ്. മീൻകറിയും തയ്യാറായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലായിട്ട് വിളമ്പിയെടുക്കുകയാണ്. അടിപൊളിയായിട്ട് കപ്പ വേവിച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് കപ്പ ഒന്ന് കഴിച്ചു നോക്കാം. മീൻകറിയും കൂട്ടി നല്ല ടേസ്റ്റാണ്. മീനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പുളിയൊക്കെ പിടിച്ചു. കാരണം 1 മണിക്കൂർ മീൻ കറി വെച്ചതിന് ശേഷമാണ് നമ്മൾ കപ്പ വേവിച്ചത്. അപ്പം നമ്മുടെ തലക്കറി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. വീണ്ടും കാണാം. ടാസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.